എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പവർ കട്ടായിരുന്നു ഇവിടെ, അത് കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഷാജിദ ഷാജിയുടെ ചില കാര്യങ്ങളൊക്കെയാണല്ലോ. അത് നിങ്ങളിൽ പലരും ചിലപ്പോൾ കണ്ടു കാണും, മറ്റേതെങ്കിലുമൊക്കെ ചാനലിൽ കിടന്നിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കാനായിട്ട് വളരെ ശക്തമായ രീതിയിൽ സൗമ്യമായ ഭാഷയിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പിശുക്കാണെന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ട് അങ്ങ് പറഞ്ഞതാട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജിയെ കുറിച്ചിട്ട് തന്നെയാണ്. മുമ്പൊക്കെ എന്നാൽ ചോദിക്കും, ഷാജി മാത്രമേ ലോകത്ത് യൂട്യൂബർ ആയിട്ടുള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഷാജിയുടെ പിന്നാലെ അലയുന്നതെന്ന്. ഷാജിക്ക് ഒരു മോശം അവസ്ഥ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തും ഈ യൂട്യൂബേഴ്സൊക്കെ നന്നായിട്ട് ഷാജിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബേഴ്സ് കാരണം തന്നെ പലരും വീഡിയോ കണ്ടിട്ട് ഇവരുടെ ചാനൽ പോയി കാണുകയും അങ്ങനെ ഇവരുടെ ചാനൽ സബ് ചെയ്യുകയും ഇവർക്ക് വ്യൂസ് കൂടുകയും വരുമാനം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു പങ്ക് യൂട്യൂബേഴ്സിനും കൂടി അവകാശപ്പെട്ടത് തന്നെയാണ്. മറ്റുള്ള യൂട്യൂബർമാരെ ഇപ്പം അവർക്ക് നല്ല പുച്ഛമാണ്. അവർ പറയുന്നത് യൂട്യൂബർമാർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണ് ഇവരുടെ ചാനലിൽ കയറി കക്കുന്നു, മോട്ടിക്കുന്നു, ഇവരെക്കുറിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, സ്വന്തമായിട്ട് കണ്ടന്റ് ഇടാൻ കഴിയാത്ത റിയാക്ഷൻ വീഡിയോക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ടല്ലോ. ഇതുപോലെ ഇവരുടെ അന്നത്തെ കാലത്തെ ഇവരുടെ അവസ്ഥകളൊക്കെ വച്ചിട്ട് ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ വീഡിയോ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ ആളുകളായിട്ട് വന്നിട്ട് ഇവരുടെ ചാനൽ സന്ദർശിക്കാൻ ഇടയായതും ഇവരുടെ അവസ്ഥകളും ആ 5 കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ കണ്ടിട്ട് ഇവർക്ക് സബ്സ്ക്രൈബർ കൂടാനും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവാനും ഒക്കെ സാധ്യതയായത്. പിന്നീട് ഇവർ മീഡിയയുടെ മുന്നിൽ, അതായത് ഇവരുടെ ചാനൽ വഴി വളരെ ദയനീയമായ രീതിയിൽ നിന്നിട്ട് വീഡിയോ ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ്. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ 5 മക്കളെയും എന്നെയും കൂടി സംരക്ഷിക്കാൻ തയ്യാറായ ഒരാളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരാണെങ്കിലും വിഷയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഞാൻ ഉൾപ്പെടെയുള്ളവർ അതെടുത്തിട്ട് വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിക്ക് ഈ 5 കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളാണ്, ഇവരെ കൂടി അംഗീകരിക്കാൻ നല്ല മനസ്സുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്കൊരു ജീവിതം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവർ മുന്നോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഒരു ലൈഫൊക്കെ മുന്നോട്ട് വരികയാണ്. ഇവരെ വിവാഹം കഴിക്കാനായിട്ട് ഒരു പയ്യൻ തയ്യാറായിട്ട് വരികയാണ്. ആ പയ്യൻ്റെ പേരോ നാളോ ഒന്നും ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. വേണ്ട, അവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ വെളിപ്പെടുത്തണ്ട. സാധാരണഗതിയിൽ പറയുന്നത് ഒരു വിവാഹം, കുട്ടികൾ, ഇത് രണ്ടും അല്ലേ, വിവാഹവും ഗർഭവും ഇത് രണ്ടും മൂടി വയ്ക്കാൻ പറ്റില്ല ഉള്ള കാലം മുഴുവനായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഇവരെ വിവാഹം കഴിക്കുന്ന പയ്യന് ഒന്നും ഇവർ തുറന്നു പറയാനായിട്ട്, അതായത് അയാൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്നാണ് ഇവർ പറയുന്നത്. അവിടെ തന്നെ ഇവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഇവർക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് വിവാഹിതരാവുന്നവർ, ദമ്പതികൾ. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ചിലർക്കൊന്നും സാധിക്കാതെ വരും. അത് അങ്ങനെ സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. അത് നമ്മൾ അതിന് പറയുന്നൊരു ഭാഷയെന്ന് പറഞ്ഞാൽ വിധി എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കും, അല്ലേ? അങ്ങനെയല്ലേ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലായിട്ട് അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ രീതി എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇവർ എന്താണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന ഓരോരോ പ്രവൃത്തികൾ, ഇവർക്ക് യൂട്യൂബേഴ്സിനെ എല്ലാം വെറുപ്പാണ്. ഇവർ ഏതോ ഒരു അത്ഭുത ലോകത്ത് ജീവിക്കുന്ന കണക്കാണ് ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു രീതി എന്ന് വെച്ചാൽ. കാരണം മുമ്പ് കണ്ടതിനേക്കാളും ഒരുപാട് വ്യത്യാസം ഇവർക്ക് വന്നതായിട്ട് ഇവരെ കാണുന്ന എല്ലാവർക്കും ഇവരുടെ സംസാരത്തിൽ പോലും ഉള്ളതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇവരുടെ വലിയ ഫാനൊന്നും ആയിരുന്നില്ല, ഇപ്പോഴും അല്ല, നേരത്തെയും അല്ല. പക്ഷേ ഞാൻ ഇവരുടെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പലരും ആദ്യമൊക്കെ ഇവരുടെ ചാനലിൽ നിന്ന് വീഡിയോകളൊക്കെ ഓരോരുത്തർ ഇടുമ്പോഴത്തേക്ക് അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടപ്പോൾ ഇവരുടെ ആ ഒരു ദയനീയ അവസ്ഥകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്
കണ്ടിട്ടുണ്ട്. ഞാനും വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയൊക്കെ തന്നെ, അല്ലെന്നൊന്നും പറയുന്നില്ല, അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ 5 മക്കളെ ഇട്ടിട്ട് ഇവരെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ അന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്ന ആ ഒരു പിന്നീട് മുന്നോട്ട് പോയതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരുന്നു എല്ലാം. ഇപ്പോൾ ഇവരുടെ വിവാഹം, അതാണിപ്പോൾ ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ, ഇവരെ വിവാഹം കഴിക്കുന്ന ആൾ അയാളുടെ പേര് പോലും വെളിപ്പെടുത്താൻ അയാൾ താല്പര്യം കാണിക്കുന്നില്ല. അതെന്താണെന്നാണ് മനസ്സിലാകാൻ ഒക്കാത്തത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ജന്മത്തിൽ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ആ ഒരു ഇതാണ്. ചിലപ്പോൾ ആ ഒരു ജീവിതകാലം മുഴുവനും ചിലർക്കൊന്നും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ പറ്റുകയും ചെയ്യും. എന്ന് കരുതിയിട്ട് പേരും നാളും ഒന്നും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളെന്ന് പറയുമ്പോൾ തന്നെ അതെന്താ അത്? ആ ഒരു ബന്ധം എത്രത്തോളം ശാശ്വതമായിരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കൂ. അയാളുടെ പേര് പുറത്ത് കാണിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല, അയാളുടെ ഫോട്ടോ കാണിക്കുന്നത് ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അവർ തമ്മിലുള്ള ജീവിതത്തിൽ എന്താണ് അർത്ഥം? എത്ര നാൾ ജീവിക്കാനാണ്? അതെന്തെങ്കിലും ആകട്ടെ, അത് പിന്നീടുള്ള കാര്യം. അതേക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ തലമുണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ഇതിപ്പോൾ പറയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഈ പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിവൾ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ, അവർക്ക് മഹർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാല കാണിച്ചു. എന്നിട്ട് ഈ വിവാഹം കഴിക്കാൻ പോണ പയ്യൻ ദുബായിലാണ്, പൈസ അയച്ചു കൊടുത്തു, രജിസ്റ്റർ മാരേജ് അവരുടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലോക്കറ്റ് ഇവരുടെ ഇഷ്ടത്തിന് പണിയാനായിട്ട് കൊടുത്തിട്ടുണ്ട്, അറിയാവുന്ന പയ്യനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ അവരൊരു വീഡിയോയിൽ വന്നിട്ട് അവർ പറയുന്നു അവർക്ക് താലി പണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ലോക്കറ്റ് പണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അതെല്ലാവരെയും കാണിക്കാം എന്നും പറഞ്ഞിട്ട് അവർ കാണിക്കുന്നുണ്ട്. എന്നിട്ട് കാണിച്ചതിലല്ല പ്രശ്നം, കാണിച്ചതിന് ശേഷം ഇവർ പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകളെയാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് സത്യത്തിൽ. അപ്പോൾ ആ വാക്കുകൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം ഞാൻ അപ്പപ്പോഴും പറയാനുള്ള മറുപടികൾ അപ്പപ്പോഴും തന്നുവിടാം. മുറി എന്തായാലും ഉണങ്ങണുള്ളൂ, ഉണങ്ങിയിട്ടില്ല. കാരണം വലിയ സർജറി ആണല്ലോ. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല. ഡോക്ടർ പിന്നെ അടുത്ത മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പോകാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്, വേറെ എന്താ പറയാനുള്ളത്, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങള്. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ലോക്കറ്റ് കിട്ടിയിട്ടാ പേരടിച്ച ലോക്കറ്റ് വന്നിട്ടോ എന്നാണ് ലോക്കറ്റ്. പേരും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ മെയിനായിട്ട് പേരും കാര്യങ്ങളും വേറുള്ളതും കാണിക്കാത്തത് അവരുടെ ഇഷ്ടമല്ലാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ, ഞാനിപ്പോൾ അന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്സിൽ തന്നെ ഞാനിപ്പോൾ അത് പറയണമെന്നില്ല, അതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ഒരു പാട്ടിട്ടു, ഞാനൊരു ഷോർട്സ് ഇട്ടു. പാട്ടിലൂടെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതന്നെയാണ് എൻ്റെ ഭർത്താവ് എന്ന് ഞാൻ അവിടെ എങ്ങനെയും പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ വോയിസ് ഓവർ കൊടുക്കുക അല്ലെങ്കിൽ ഇതാക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയാ, അതിനെ കൊട്ടി ആഘോഷിക്കാൻ കുറേ ചാനലുകാരെ എടുത്തിട്ടിട്ട് കുറേ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. കുറേ ചാനലുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ്, ചെറിയ ചെക്കനെ പിടിച്ചു അങ്ങനെ ഇങ്ങനെയെന്ന്. ഞാൻ പറയട്ടെ, ചെറിയ ചെക്കന്മാരായാലും വലിയ ചെക്കന്മാരായാലും ഒരു 10-26 വയസ്സ് അവർക്ക് പക്വത എത്തിയ ആൾക്കാരാണ് അവര്. അവർക്ക് പക്വത എത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്കറിയാം അവരുടെ ലൈഫ് എന്താണ് ഏതാണെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതില് എന്താ പറയാ, നിങ്ങൾ പറയുന്ന പോലെ ചെറിയ ചെക്കൻ, ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശം ക്യാരക്ടറാണ്, മോശം ക്യാരക്ടർ. അവരെന്നോട് ചോദിക്കാണ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ, നിനക്ക് എന്താ കുറച്ച് പ്രായമായ ആളിനെ കല്യാണം കഴിക്കുക? ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോ 32 വയസ്സ്, ഒരു 26-27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു കൊണ്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണില്ല, എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാര് വിളിച്ചിട്ട് എന്നോട് ഞാൻ പറയട്ടെ, ഏത് യൂട്യൂബേഴ്സിനാ നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കല്? ഏത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല്? ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ കോള് എന്താ പറയാ, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എൻ്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം.
പിന്നെ എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ. ഞാനിപ്പോൾ ഒരു 10-60 വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ പറയുന്നല്ലോ. വയസ്സായ കല്യാണം കഴിക്കണ അത് എനിക്കും കൂടി തോന്നണ്ടേ, വയസ്സായവരുടെ കല്യാണം കഴിക്കണോ നല്ലവരുടെ കല്യാണം കഴിക്കണോ എന്നൊക്കെ. അതെന്ത് പറച്ചിലാണ് ഈ കൊച്ചു പറയുന്നത്? വയസ്സായ ആളിനെ വിവാഹം കഴിക്കണോ നല്ലതിനെ കല്യാണം കഴിക്കണമെന്ന്? അതെന്താ, ഈ വയസ്സായ ആളുകളൊക്കെ മോശക്കാരാണോ? വയസ്സായ ആളുകളെ വിവാഹം കഴിക്കണോ നല്ലതിനെ കല്യാണം കഴിക്കണമെന്ന്? അത് ചെറുപ്പക്കാർ മാത്രമേ നല്ലതായിട്ടുള്ളൂ. വയസ്സായവരെ തനിക്ക് എന്താണോ ഇത്ര പുച്ഛം? വയസ്സായവരെ എന്താ ഇത്ര പുച്ഛം തനിക്ക്? താനെന്താ വയസ്സാവില്ലേ? താൻ എന്നും ഇതുപോലെ 32 വയസ്സിൽ തന്നെ നിൽക്കുമോ? എടോ, എല്ലാവരും വയസ്സാവും. ഇത്രയും ധാർഷ്ട്യത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല തനിക്ക്. തന്നോട് ഒരു പക്ഷെ തന്നോട് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചത് തൻ്റെ സബ്സ്ക്രൈബറാണ് തന്നോട് ചോദിച്ചത്. മനസ്സിലായില്ലേ കൊച്ചേ? നിനക്ക് നിൻ്റെ ഏജുള്ള ആളിനെ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളിനെ വിവാഹം കഴിച്ചാൽ പോരായിരുന്നു? നിന്നേക്കാളും പ്രായം കുറഞ്ഞ കൊച്ചല്ലേ അത് എന്ന് ചോദിച്ചത്. അതിന് താൻ ഇത്രയും തിളച്ച് പൊന്തേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ആ പയ്യൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കും അത് തോന്നി. ഞാൻ പക്ഷേ കമൻറ്റ് ചെയ്യാനോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനോ ഒന്നും വന്നില്ല. എൻ്റെ മനസ്സിലും തോന്നി ഈ പെൺകുട്ടിക്ക് കുറച്ചുകൂടി ഒരു ശകലം കൂടി സെയിം പ്രായത്തിലെങ്കിലും അല്ലെങ്കിൽ 1-2 വയസ്സിന് ഇളയതാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്കും തോന്നി. കാരണം ആ പയ്യൻ്റെ മുഖം കാണുകയാണെങ്കിൽ ശരിക്കും കുഞ്ഞു പയ്യനാണെന്നുള്ളത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മറ്റൊരു യൂട്യൂബ് ചാനലിലുള്ള ആളുകളുണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല, ആ ദമ്പതികളെ കാണുകയാണെങ്കിൽ ഉമ്മയും മോനുമായിട്ടേ തോന്നത്തുള്ളൂ. ശരിക്കും അവരുടെ പ്രായത്തിൻ്റെ അകലവും അത്രത്തോളം ഉണ്ട്. അതും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമുള്ളൊരു കാര്യമേ അല്ല. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ഇഷ്ടത്തിനൊന്നും അവരൊന്നും പ്രാധാന്യം കൽപ്പിക്കുന്നില്ലല്ലോ. പക്ഷേ ഈ കൊച്ചിന് ഇത്രയും അഹങ്കാരത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ കൊച്ചു പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാം. അവർ പറയുകയാണ് എൻ്റെ അടുത്ത്, നിനക്ക് കുറച്ച് പ്രായമായ ആളിനെ കെട്ടിക്കൂടെ, നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത്? ചെറിയ ചെക്കന്മാരിനെ എന്തിനാ നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കാം. എനിക്കിങ്ങോട്ട് വന്നില്ലേ ദേഷ്യം. ഞാൻ പറഞ്ഞു അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ആരിനെ കല്യാണം കഴിക്കണം ആരിനെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ ലൈഫാണ്. പിന്നെ ചെറിയ ചെക്കൻ ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം. ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്. ഓരോ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്ന സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ താൻ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ തൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ ഈ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് തോന്നുമല്ലോ. നമ്മളും വിവാഹം കഴിച്ച് നമുക്കും 40-40 വയസ്സായ മനുഷ്യരാണ്. നമ്മളെ അടുത്തൊന്നും ആരും ഒരു മോശം രീതിയിൽ ഇതുവരെയും പെരുമാറിയിട്ടില്ല. നമുക്ക് ആരുടെയും അങ്ങനെ ഒരു മോശം രീതിയിലുള്ള ഇടപാട് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂടി അങ്ങ് ഇളക്കി മറിച്ച് പറയരുത് കേട്ടോ. അത് വളരെ മോശമാണ്. താൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, തനിക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, തനിക്ക് ചിലപ്പോൾ തൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്ന് കരുതിയിട്ട് അടച്ചേക്ഷേപിക്കുന്നതൊക്കെ പറയുന്നത് ശരിയല്ല കേട്ടോ. അത് വളരെ മോശമാണ്. പിന്നെ ഞങ്ങളുടെ അയൽപക്കത്തും ബന്ധുക്കളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ വിവാഹം നടന്നിട്ടുണ്ട്. പക്ഷേ അവർ ആരും തന്നെ ഇതുപോലെ ആൻറ്റിമാരെയല്ല വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരെല്ലാവരും അവർക്ക് യോജിച്ച തരത്തിലുള്ള പെൺകുട്ടികളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് പല ജാതിയിലുള്ള പല മതത്തിലുള്ള ആളുകളും. പിന്നെ തനിക്ക് മകനാവാനുള്ള ഒരു പയ്യനെ വിവാഹം കഴിക്കുന്നു എന്ന് ഒക്കെ പറഞ്ഞിട്ട് താൻ അടച്ചാക്ഷേപിച്ച് എന്തിനാണ് പറയുന്നത്? എന്താ ഇത്? പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കണത്. എന്തിന്? എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആൻറ്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആൻറ്റിമാര് മതി, ആൻറ്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചോടെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിൽ, പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും തൻ്റെ കസിൻ്റെയൊക്കെ നിലവാരമാണ് താൻ ഈ ഇരുന്നോട് പറയുന്നത്. തൻ്റെയും തൻ്റെ കസിൻ്റെയും നിലവാരമാണ് താനിപ്പോൾ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ന് കരുതിയിട്ട് എല്ലാവരും അത്രയും താഴെയുള്ള ആളുകളാണെന്ന് പറയണ്ട. ഒരു 100 പേരെടുത്താൽ അതിൽ 5 പേര് പോലും താൻ പറയുന്ന ഈ രീതിയിലുള്ളവർ ചിലപ്പോൾ ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് വർത്താനായിരുന്നിട്ട് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണ്ടേ? ഈ ചെറിയ പെൺകുട്ടികൾ മോശമൊന്നല്ല കേട്ടോ. അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ 92-ലെ പെൺകുട്ടികള് എന്താ പറയുക, പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവരും പ്രായമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലാത്തവരുടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക പഠിക്കുന്ന
സംസാരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറെന്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരവിടെ ഉണ്ടാവും, നമ്മളിവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ്, പിന്നെ എല്ലാം കഴിയും. ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. പിന്നെ ഇപ്പൊ പറയാ ഇപ്പൊ വളരും. അതെന്തൊരു പറച്ചിലാടോ. താൻ പെർഫെക്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള അവകാശം തനിക്കുണ്ട്. പിന്നെ ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയരുത്. കുറച്ച് പേരൊക്കെ അങ്ങനെയൊക്കെ കാണുമായിരിക്കും. ചിലപ്പോൾ 100 പേരെടുത്ത ഒരു 10 പേരോ ഒക്കെ അങ്ങനെ കാണുമായിരിക്കും. എന്നും പറഞ്ഞിട്ട് ഏത് പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏത് ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. താൻ തൻ്റെ അനുഭവം പറയൂ. താൻ അത്തരക്കാരിയാണെങ്കിൽ താൻ അത് പറയേ. താൻ എല്ലാവരെയും കൂടി ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയേണ്ട ഒരു കാര്യമില്ല കേട്ടോ. 7ാം ക്ലാസ് 6ാം ക്ലാസ് നമ്മളൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി മെച്ചൂരായിട്ട് 8, 9 ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ലവ് ഇതൊക്കെ ആർക്കും ലവ് ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് പറയണ്ട, ഞാനൊന്നും സ്നേഹിച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ല. കാണാൻ കുറച്ച് കൊള്ളാവുന്നല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ എന്താ പറയാ, കുറ്റം പറയല്ല കേട്ടോ. പൊതുവെ അവർക്ക് ആര് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇതാണ്, പേടിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് നമ്മളെ കല്യാണം കഴിച്ചു കൊടുത്ത പോലെയൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റില്ല, നടക്കില്ല. കാരണം അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് അവർ ചെയ്യുള്ളൂ. അഥവാ നമ്മുടെ ഇഷ്ടത്തിന്, വീട്ടുകാരുടെ ഇഷ്ടത്തിന് അവരെ പിടിച്ച് കെട്ടിച്ചാലും അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് പിന്നെ പിന്നീട് അവരവരുടേതായ ലൈഫിലേക്ക് തിരഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. ഫുള്ള് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, അങ്ങനെ പറയണവരടുത്ത് എനിക്ക് പറയാനുള്ളതാണ്, ഓരോരുത്തരുടെ ലൈഫും എൻ്റെ ലൈഫ് എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്ക് ഇതുവരെ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്നോ രക്ഷപ്പെട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ലൈഫ് പറഞ്ഞാൽ അത് എൻ്റെ ഇഷ്ടമാണ്. പണ്ട് അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്നേ രക്ഷപ്പെട്ട് കാണുമെന്ന്. എന്തുവാടോ, ഒന്നുമില്ലെങ്കിൽ തൻ്റെ 5 മക്കളുടെ അച്ഛനല്ലേ, ബാപ്പയല്ലേ അത്. താൻ എന്ത് വർത്താനായി പറയുന്നത്? തനിക്ക് ബോധമുണ്ടോ എന്താണ് പറയുന്നതെന്ന്? പണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്നോ രക്ഷപ്പെട്ടു പോയാനെന്ന്. എടോ, ആ മനുഷ്യന് ദൈവം അത്ര ആയുസേ വിധിച്ചിട്ടുള്ളൂ. താൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രാർത്ഥനകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ അതങ്ങ് ചെയ്യ്. ഇനി അഥവാ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് പബ്ലിക്കിലിരുന്ന് പറയാതെ, തനിക്കിപ്പോൾ ഒരു വിവാഹം വന്നു എന്ന് കരുതിയിട്ട് തൻ്റെ 5 കുട്ടികളുടെ ഉപ്പയെ പറ്റി ഇങ്ങനെയാണോ പറയുന്നത്? പണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എന്നോ രക്ഷപ്പെട്ടു പോയേനെന്ന്. എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? എന്തുവാടോ? ഇനി കൊച്ചിന് പറയാനുള്ള ബാക്കി കേൾക്കട്ടെ. തിരഞ്ഞെടുക്കാനുള്ള ഇതുണ്ട്. പിന്നെ എൻ്റെ മക്കളുടെ കാര്യം മാത്രം എനിക്ക് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഈ പറയുന്ന വ്യക്തിനെ എൻ്റെ മക്കൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം, പൂർണ്ണമായിട്ട് അറിയുന്ന ആളായതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അറിയാം എന്താണ് ഏതാണെന്നൊക്കെ. അപ്പൊ ഞാൻ എന്തൊരു ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും മെയിനായിട്ട് എൻ്റെ മക്കളിനോടാണ് ഞാൻ പറയുള്ളൂ, എൻ്റെ മക്കളിനോടാണ് ഞാനത് ആലോചിക്കുകയുള്ളൂ. കാരണം 10-15 വയസ്സായ മോനാണ് അവൻ്റെ ആ ഒരു ഇത്. പിന്നെ അവര് പറയണത് ഉമ്മാക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഉമ്മ ചെയ്യാം എന്നാണ് എൻ്റെ മക്കൾ പറയാറ്. പിന്നെ വേറൊരു അപരാധം കൂടി എൻ്റെ മേലെ വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ വീട്ടിലത്തെ അപരാധമാണ്. ഇന്നലെ ഒരു കമന്റ് കണ്ടതാണ്. അതേക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ പോവാം. അത് കുറേ ഉണ്ട്. ഒരു കാര്യം അവർ പറയുന്നുണ്ട്, അത് കുറച്ചധികം ഉണ്ട്. ഒരാൾ വന്നിട്ട് കമൻസ് ചെയ്തൊരു സംഭവം. എന്തായാലും ഈ കൊച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമുക്ക് വിശ്വസിക്കാനും ഒന്നിനും പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇവരെന്താണ് പറയുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാൻ വയ്യ. ആ രീതിയിലാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്തുള്ള ആൺകുട്ടികൾക്ക് ആൻറ്റിമാരെയാണ് ഇഷ്ടമൊന്നും. ഇവർ ഒരു പൊടിച്ചെറുക്കനെ വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂടി അതിനങ്ങ് ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഇവരൊരു പൊടിച്ചെറുക്കനെ വിവാഹം കഴിക്കുന്നു, ഇവരങ്ങനെ ചെയ്യട്ടെ. അവർക്ക് അതാണ് താല്പര്യമെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ. ചെറുക്കന്മാർക്ക് ആൻറ്റിമാരെ ഇഷ്ടമെന്ന് പറയുന്നതിനേക്കാളും ഈ ആൻറ്റിമാർക്ക് കൊച്ചു പിള്ളേരെ ഇഷ്ടമെന്നങ്ങ് പറഞ്ഞുകൂടെ? അതല്ലേ കുറച്ചുകൂടി നല്ലത്. എന്തായാലും ഒരു സിനിമയിൽ പൃഥ്വിരാജ് പറയുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അമർ അക്ബർ അന്തോണിയിൽ, എല്ലായിടത്തും ഇതുപോലൊരു ആൻറ്റി ഉണ്ടാവും, അത് പ്രകൃതിയുടെ നിശ്ചയമാണ് എന്ന് പറഞ്ഞതുപോലെ.
എന്തല്ലേ. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.